ഒരിക്കലും ക്ഷമിക്കപ്പെടുന്നില്ല. ഓർത്തിരിക്കാത്ത നിമിഷത്തിൽ സംഭവിക്കുന്ന വൻ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പക്ഷേ അത്തരത്തിലുള്ള വൻ ദുരന്തങ്ങൾ ഉണ്ടായാൽ പകച്ചു നിർത്താനുള്ളതല്ല മനുഷ്യന്റെ ധൈര്യവും ധൈര്യവും അതുപോലെ അവരുടെ ഇച്ഛാശക്തിയും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് മുസ്ലിം എങ്ങനെ കർമ്മോത്സവരാകുമോ എന്ന് കാണിക്കാനാണ് ഈ വീഡിയോയിൽ വർത്തമാനം പറഞ്ഞ് നിർത്താനും നമുക്ക് സമയമില്ല, പ്രവർത്തിക്കാനേ സമയമുള്ളൂ എന്ന് മനസ്സിലാക്കി നന്മയിൽ ഒന്നിക്കാൻ വേണ്ടി മനുഷ്യർ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ ദുരന്ത ദിവസത്തെ വീഡിയോയിൽ ഇവിടെ. ഞാൻ സാധാരണ പോലെ ഉണർന്ന് കണ്ണുപിടിച്ച് ഒരു സിനിമ പോലെ ഡിഗ്രി പോലെ സാധാരണ എൻ്റെ അവിടെ വലിയ യാതൊരു രൂപമില്ല. ഞാനത് ബഹുമാനപ്പെട്ടാണ് ഒരു നിമിഷം കളയാതെ അങ്ങോട്ട് അങ്ങനെ എല്ലാവരും ആരെയും പറയാനില്ല. മനുഷ്യൻ നന്നായി ഒരു നിമിഷം ഒറ്റക്കെട്ടായി എല്ലാവരും അതുകൊണ്ടും നമ്മുടെ മനസ്സിന്റെ അതിനെ ദുഃഖിക്കാൻ വേണ്ടിയല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ പലരും സമൂഹത്തിന്റെ ദുരിതം ഇങ്ങനെ കാലത്തുണ്ടാവാം. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാറ്. ആ ദിവസങ്ങളിൽ നമുക്കറിയാവുന്ന എല്ലാവരും അടിയന്തരമായി ക്രൈസിസിന്റെ സമയത്ത് എന്ത് ചെയ്യണമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സംഘടനയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ എന്തെല്ലാം കഴിവുണ്ടോ അതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി അതിലെല്ലാം വിഭജന വിദ്യാർത്ഥി വിഭാഗങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് നന്മയിൽ ഒന്നിക്കുന്നതിൻ്റെ മഹത്തായ ഉദാഹരണം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല ആളുകൾ. അത് സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടിയാണ് ഈ ചടങ്ങുകളും ഇതൊക്കെ ആവർത്തിച്ച് കാണിക്കുന്നത്. ഒരു വലിയ മഹത്തായ പാരമ്പര്യം, അത് സമാധാനത്തിൻ്റെതാണ്, അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെതാണ്. ഞാൻ അധികാരത്തോടുകൂടി പറയട്ടെ, ഇന്ന് തൃക്കൈപ്പറ്റ ബഹുമാനപ്പെട്ട സംഭവങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോൾ അപൂർവമായ ഒരാദിത്യം ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് നല്ല അയൽക്കാരെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മാതൃക. ഇനിയിവിടെ നടത്തുന്ന ഈ ചടങ്ങ് നടത്തുന്നത് വയനാട് കുട്ടിയെത്തിക്കാനുള്ള ഇവിടെ പറഞ്ഞതുപോലെ ജമാഅത്തായ മാതൃക മൺമറന്നുപോയ ഇന്ത്യൻ മുസ്ലിമിന്റെ മഹാന്മാരായ നേതാക്കന്മാരെ ഇതിനോടുകൂടി ജമാഅത്തായ പ്രവർത്തിച്ചുണ്ടാക്കിയ മാതൃകയൊക്കെ അതിൻ്റെ പ്രതീകമാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം സംഘടനയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാനുമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ അടിയന്തര സാഹചര്യത്തിൽ വരുമ്പോൾ എല്ലാം അന്നത്തെ ഒന്നിക്കാൻ വേണ്ടി മുമ്പും ഇപ്പോഴും വീണ്ടും ആഹ്വാനം ഇവിടെ സർക്കാരിന്റെ സംവിധാനം വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം സർക്കാർ ചെയ്യട്ടെ എന്നതാണ്. ജനപ്രതിനിധികളൊക്കെ MLA-മാരും ഒക്കെ അറിയാം. അവരെ നിന്നിട്ടില്ല. ഗവൺമെന്റ് പറയട്ടെ ചെയ്യട്ടെ ഞങ്ങൾ അതിനോട് സാധിക്കാം എന്ന് പറഞ്ഞു കുറച്ച് താമസിച്ചപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്
ഞങ്ങളെല്ലാവരും ഒരുപാട് കുടുംബങ്ങളുണ്ടായി ഏതാനും പേർക്കാണ് ഞങ്ങളത് നന്നായി ചെയ്യാൻ അതൊരു മാതൃകയായി ബാക്കി ഗവൺമെന്റ് കൊടുക്കുന്നവർക്ക് അതേപോലെ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയണം ഇല്ല എങ്കിൽ നമ്മൾ പറയും. അതാണ് ഞങ്ങളുടെ ഇവിടെ വാങ്ങിയ സ്ഥലം കുറ്റമുള്ളതാവണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അതിനായി കമ്മിറ്റി അതിനായി സമയം ചെലവഴിക്കാൻ MLA-മാരെ ജില്ലാ കമ്മിറ്റിയോടാണ് അവരത് നോക്കി ഒരുവിധ നിയമപരമായ വിഷയങ്ങൾ വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ചു നല്ല മാതൃകാപരമായി ഒരു ഭവന സമുച്ചയം ഉണ്ടാക്കുക. ആ ഭവന സമുച്ചയം മാതൃകാപരമായി തീരുമ്പോൾ അതിലൂടെ അല്ലാതെ സർക്കാരിന്റെ തലത്തിൽ നിൽക്കുന്ന അവർക്കും കിട്ടട്ടെ എന്നാണ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ആരും ഇവിടെ ഭവനം നിർമ്മിക്കുമ്പോഴും അവർക്കൊക്കെ കഴിയുന്ന സഹായം ചെയ്യും. ദുരന്തത്തിൽ 2 വർഷമില്ല, ദുരന്തത്തിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, മനുഷ്യരേ ഉള്ളൂ എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യയിൽ നമുക്ക് ചെയ്ത് കാണാനുണ്ടാവും. ഈ 105 വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം നോക്കിയാകും, വളരെ വേഗം അത് അവർക്ക് ലഭ്യമാകും. ഇവിടെ നേരത്തെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ആക്ടിവിറ്റി കയ്യിൽ കാണിച്ച് വേണം എന്ന് അവർക്ക് ആവശ്യമുണ്ടായപ്പോൾ മറ്റൊന്നും നോക്കാതെ കടന്നില്ല. അതുപോലെ ഓരോ സന്ദർഭത്തിലാണ് ഇനിയും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പാലക്കാട് തന്നന്മാരുടെയും ലീഗിന്റെയും പാരമ്പര്യം അത് എപ്പോഴും ഉണ്ടാവും എന്നാണ് വിശ്വമായ എൻ്റെ പ്രശ്നത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മഹത്തായ കാരണം വരവേൽക്കാൻ അധികമായി സമാധാനിയായി പാലക്കാട് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിന്